ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ രാവിലെ തന്നെ നമ്മൾ പാർക്കിലാണ് കേട്ടോ. പുണ്ണിക്കുട്ടൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ കാരണം അവന് സൈക്കിളെ ഓട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി സൈക്കിളൊക്കെ ചവിട്ടി ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതോടൊപ്പം തന്നെ ഞാൻ ചവരി ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഫ്രൂട്ട് സാലഡിൻ്റെ ഒരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 2 റെസിപ്പികളും തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. മിക്സിയുടെ വലിയ ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഒരു അര ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഐസ് ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ്സ് ഒരു 3-4 നിങ്ങൾക്ക് തണുപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ പാല്, തണുത്തതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ തണുക്കാത്ത പാല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കസ്കസ് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നല്ലതുപോലെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു കണ്ടോ, അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ കസ്കസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കസ്കസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ കസ്കസ് ചേർത്ത് കൊടുത്തത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 ടീസ്പൂണോളം കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പം ഇതുപോലെ കസ്കസ് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പാകത്തിനുള്ള തണുപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചവ്വരി ഉപയോഗിച്ചിട്ടുള്ള ഫ്രൂട്ട് സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചവ്വരിയാണ്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം ചവ്വരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമുക്കിത് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വൈറ്റ് പാർട്ടൊക്കെ ഒന്ന് മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആവുന്ന രീതിയിൽ വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക്. അപ്പോൾ ചവരിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റാം. അപ്പോൾ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് അരിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട്, തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറോ ഉപയോഗിച്ചിട്ട് ഇത് ഒന്നും കൂടെ നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ അതിൽ ഉള്ളിലുള്ള പശപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചവരിക്ക് കൂടുതൽ പശമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് പാല് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ വേണം. കസ്റ്റാർഡ് പൗഡർ ഒരു 3 ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. ഇതാണ് കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഞാൻ പാലല്ല ഒഴിച്ചിരിക്കുന്നത്, വെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് വെച്ചാലും മതി. നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്ന കാരണം പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അധികം കട്ടയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചവ്വരിയും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, കാരണം ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും, ഒരുപാട് കുറുകി പോവുകയും ചെയ്യും.
അപ്പോൾ ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിയുന്നത് വരെ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രൂട്ട്സാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളും ബനാനയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും ബനാനയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സാലഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സാലഡാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചവരിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ട് സാലഡിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.